ലോകത്തെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണോ ഒരു സിനിമയിൽ അവസരം കിട്ടുക? വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം, വേറെ ജോലി ചെയ്യണം. കൈയും കാലും നല്ല സ്വാധീനമുണ്ടെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്തും ജീവിച്ചോളാം. ചില ചൂഷണങ്ങൾക്ക് വിധേയരായി അവർ കാര്യം സാധിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇവർ അവസരങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ ഈ പെൺകുട്ടികൾ പലപ്പോഴും ഞാൻ അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ടും എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നവരും. സ്ത്രീ എവിടെയുണ്ടോ അവിടെ ചൂഷണമുണ്ട്. നമ്മളൊന്ന് വീക്കാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാത്ത ഒരു തൊഴിലിടവുമില്ല. അത് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും തുണിക്കടകളിലാണെങ്കിലും എല്ലായിടത്തും അതുണ്ട്. ആ നടിയുടെ വിഷയത്തിൽ തന്നെ ആ നടനെതിരെ നമ്മളെല്ലാം രംഗത്തിറങ്ങിയത് അറസ്റ്റിന് ശേഷമാണ്. അറസ്റ്റ് വരെ നമ്മളാരും ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഫേമസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സാമ്പത്തികമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ എല്ലാവർക്കും നമ്മളെ എളുപ്പം ചൂഷണം ചെയ്യാം. ഇതൊരു ഭയങ്കര അപകടം പിടിച്ചൊരു ലോകത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2+ വേർഷൻ. നമ്മുടെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്കെന്നല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ശബ്ദം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരാളുടെ എന്താ ഓരോന്നിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ അറിയാനും എല്ലാത്തിനും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഓരോ ശരിയുണ്ട് അല്ലെങ്കിൽ തെറ്റുണ്ട് അത് ചൂണ്ടി പറയാൻ വളരെ ധൈര്യത്തോടു കൂടി എപ്പോഴും മുന്നോട്ട് വരുന്ന ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ് ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നോടൊപ്പം. ചേച്ചി വെൽക്കം ടു ദ ഷോ. ഞാനിത് ചേച്ചിനെ വെൽക്കം ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പണ്ട് ഞാൻ എന്നെ നീലണ്ണൻ കൂടെ ചേച്ചി കൈരളിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ചേച്ചി ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ കപ്പിളിനെ ആയിരുന്നു ചേച്ചി ഗസ്റ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് അങ്ങനെ എന്റെ ക്യാരിങ് ഡെലിവറി കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ അങ്ങനെ അന്ന് അവിടെ വന്നിരുന്നു. ഇന്നിപ്പോൾ നേരെ തിരിച്ച് എനിക്ക് ചേച്ചി ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചി, നമ്മുടെ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പറഞ്ഞ ഷോയിൽ വന്നാൽ ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഇതിനോട് ചേച്ചി എത്രത്തോളം യോജിക്കുന്നു? ചേച്ചിയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈഫ് ബ്യൂട്ടിഫുൾ ആണോ ഇല്ലയോ എന്ന് എടുക്കുന്ന നമ്മളുടെ കാഴ്ചപ്പാട് പോലിരിക്കും. ഇപ്പോൾ മറ്റുള്ളവർ പലരും നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്, പിന്നെ കുട്ടികളൊക്കെ ദൂരെയാണ്, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ തനിച്ചാണ്. അപ്പോൾ പലരുമൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ആരുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിഷമം തോന്നാറില്ലേ? ഒരു നല്ല ദിവസമോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കല്ലേ എന്നിങ്ങനെ എപ്പോഴും ഒരു വയ്യാതെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും, തനിച്ചല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയും, ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എങ്ങനെ ആസ്വദിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ 2-3 ദിവസം പരിപാടിയൊന്നുമില്ല, എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോവാം, ഞാനങ്ങ് ഇറങ്ങും. ഞാൻ കാർ ഓടിച്ചു ഞാനിങ്ങനെ അങ്ങ് പോവും, ഒറ്റയ്ക്ക് തന്നെ. അത് എത്ര ദൂരെയാണെങ്കിലും എനിക്കതൊരു വിഷയമല്ല, ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോകും. അപ്പോൾ ഞാൻ ആലോചിക്കും, ആ ഒരു ഫ്രീഡം എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള. എത്ര പേരോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് സ്ത്രീകൾ. അച്ഛനോട് പറയണം, അമ്മയോട് പറയണം, ഭർത്താവിനോട് പറയണം, മക്കളോട് പറയണം, ഇതൊന്നും സഹോദരങ്ങളോട് പറയണം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ എനിക്ക് ആരോടൊന്നും പറയണ്ടല്ലോ. എനിക്കിപ്പോൾ പോകണം എന്ന് തോന്നിയാൽ എനിക്ക് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അവിടെ പോയിട്ട് കുട്ടികൾ വിളിക്കുമ്പോൾ ഞാൻ ഇന്നിടത്താണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് പറഞ്ഞില്ലെങ്കിലും എവിടെയാണെന്ന് പോലും അവർ ചോദിക്കാറില്ല. ഇതിങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ അമ്മയും മക്കളും, നമ്മൾ അമ്മയും മക്കളാണെങ്കിൽ പോലും ഞങ്ങൾ ഇൻഡിവിജ്വലി അവരവർക്ക് അവരവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുന്ന 3 പേരാണ് ഞങ്ങൾ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ വന്നു കയറിയിരിക്കുന്ന ഒരു പെൺകുട്ടി, മരുമോളും, അവളും അതുപോലെ തന്നെയാണ്. എനിക്ക് പൊതുവേ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെ പോവുക എന്ന് ചോദിക്കണം എനിക്കിഷ്ടമല്ല. അത് എന്നോട് ചോദിക്കാറേ ഇല്ല ആരും. അങ്ങനെ എന്നെ അടുത്തറിയാവുന്ന കൂട്ടുകാരും എന്നോട്
അങ്ങനെ ചോദിക്കാറില്ല. അതുപോലെ ഫോൺ വിളി ഇപ്പം എവിടെയാ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ് എന്ന് വിശ്വസിക്കുന്നവരാ. ഞാനും ആരോടും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ അത് തിരിച്ചും അതൊരു സേഫ്റ്റി കൺസേൺ വെച്ചിട്ട് നമ്മുടെ ഒരു സ്നേഹം കൊണ്ട് ചോദിക്കുന്നതും ആയിക്കൂടെ? അത് വേറെ ഒരു രീതിയാണ്. ഇപ്പോൾ അങ്ങനെ ഉള്ള ഒരാളോട് അങ്ങനെ ചോദിക്കാം. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഞാനിങ്ങനെ എപ്പോഴും പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നും. അതും എത്ര ചെറുപ്പം മുതൽ ഞാനിങ്ങനെ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഈവൻ കല്യാണം കഴിഞ്ഞപ്പോൾ പോലും ട്രിവാൻഡ്രം ടു മെഡ്രാസ് ടു ട്രിവാൻഡ്രം ഞാൻ ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പൂർണ്ണ ഗർഭിണിയായി ഇരിക്കുമ്പോൾ പോലും ഞാൻ ആ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ഈ നിറവയറുമായിട്ട് പോകുന്നത്. അവിടെ ഡബ്ബിങ് സ്റ്റുഡിയോ വെച്ച് എനിക്ക് പെയിൻ വരുമ്പോഴും ഞാൻ തനിച്ച് തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ സിനിമാക്കാരാണെന്ന് പറയും. എന്നെ ഏറ്റവും അധികം, അതാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയോടുള്ള ഏറ്റവും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നെ എല്ലാ ഒരു അത്യന്താപേക്ഷിതം എന്ന് പറയുന്ന അവസ്ഥയിലെല്ലാം ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് എല്ലാവരും. ഇപ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ എന്തു പറ്റി, ടയർഡാണല്ലോ, മാറ്റി വയ്ക്കണോ ഡബ്ബിങ് എന്നിങ്ങനെ അത് പണ്ടേ ചോദിക്കും. പിന്നെ അതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം ഡബ് ചെയ്യുമ്പോൾ തന്നെ പറയും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ, പിന്നെ കരിക്ക് വാങ്ങിച്ചു തരട്ടെ, അല്ലെങ്കിൽ ഹോർലിക്സ് ഇങ്ങനെ നമ്മളെങ്ങനെ കയറി. അതേപോലെ തന്നെ ഇപ്പോൾ വിജയ് പി നായരുടെ ഒരു ഇഷ്യൂ വന്നപ്പോഴൊക്കെ സിനിമാക്കാരെല്ലാവരും എന്നോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. എല്ലാവരും എന്നോടൊപ്പം നിന്നതാ. മിനിറ്റിന് എന്നെ ഇങ്ങനെ വിളിച്ച് പറയിടാവരുത് കേട്ടോ, ടെൻഷൻ അടിക്കരുട്ടോ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ എന്നെ, പക്ഷെ അവരാരും തന്നെ എന്നെ വിളിക്കുമ്പോൾ എവിടെയാണ് എന്താണ് എന്നൊന്നും, കാരണം അവർക്കറിയാം ഞാനിത് മാനേജ് ചെയ്തോളും. വേണ്ട ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി ഞങ്ങളോട് ആവശ്യപ്പെടും എനിക്ക് നിങ്ങളുടെ, പക്ഷെ ഞാൻ അങ്ങനെ ആരോടും ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. മനസ്സ് പറയുന്ന കാര്യങ്ങൾ. ഈ ഓരോന്നും കേൾക്കുമ്പോൾ ചേച്ചിയുടെ മനസ്സ് എന്താണോ പറയണത് അത് പറയാം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നുവെങ്കിലും എന്തുകൊണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രം കൂടുതൽ ചൂടുപിടിക്കുന്നു? കൂടുതൽ ചൂടുപിടിക്കുന്ന സിമ്പിളാണ്. സിനിമ ഒരു ഗ്ലാമർ വേൾഡാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലോകമാണ്. അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് നിൽക്കുന്നതിൽ കൂടുതൽ ആളുകൾ ഒരു സിനിമ നടനോ നടിയോ വന്ന് നിൽക്കുമ്പോൾ ആളുകൾ കൂടുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഓരോ പ്രവൃത്തികളും ഇവർ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ഓരോ വാക്കുകൾ സമൂഹത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അവർ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ രാഷ്ട്രീയക്കാരും ഇരിക്കുന്നു, ഒരു സിനിമ നടനോ നടിയോ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, രാഷ്ട്രീയക്കാരനും അല്ല സിനിമയോ അല്ലാതെ സാധാരണ ഒരു മനുഷ്യനും അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലേഡിയും അവിടെ ഇരിക്കുന്നു. മുൻപിൽ ഒരു കുറച്ച് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരം അവരെ നോക്കിയാൽ സാധാരണക്കാരൻ്റെ ആ നോട്ടം ഒരു വിഷയമല്ല. രാഷ്ട്രീയക്കാരൻ നോക്കിയാലും വിവാദമാണ്, സിനിമാക്കാർ നോക്കിയാലും വിവാദമാണ്. അപ്പോൾ ഈ ക്യാമറ മുഴുവനും ടിങ് 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 ടിങ്ങിനെ കാണിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ എത്രയോ പേരുടെ എങ്ങനെയൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വളരെ വലിയൊരു രാഷ്ട്രീയ നേതാവ്, അയാൾ ഇങ്ങനെ അവരോടത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാളുടെ നോട്ടം കണ്ടില്ലേ എങ്ങോട്ടാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന കണ്ടിട്ടില്ല. അതൊക്കെ സാധാരണക്കാരാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം സിനിമയ്ക്ക് അത് കുറച്ച് കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഈ സിനിമാക്കാരെ നമ്മുടെ മലയാളികളും ഇപ്പം തമിഴ്, ചേച്ചി ഇപ്പം ചെന്നൈയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണല്ലോ, ചേച്ചിക്ക് ഫാമിലി തന്നെയാണ്. അവിടെയുള്ളവരൊക്കെ വല്ലാത്തൊരു ആരാധനയാണ്, ദൈവത്തിന് തുല്യമാണ് ഇവരെയൊക്കെ കാണുന്നത്. നമ്മുടെ സമൂഹവും ഒരു പരിധി വരെ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവിടെ ഒരു ആൾക്കാർ വന്നു പറഞ്ഞ് തടിച്ചു കൂടുകയാണ്. ആക്ച്വലി നമുക്ക് ഈ ഒരു ആരാധന തോന്നുന്നത് അതങ്ങ് വേണ്ട എന്ന്, അവരെ ജസ്റ്റ് ലൈക്ക് നമ്മളെപ്പോലത്തെ ഒരാളെ ആയിട്ട് കാണാൻ അങ്ങനെ പറ്റുമോ നമ്മുടെ സമൂഹത്തിന്? എപ്പോഴെങ്കിലും അങ്ങനെ പറ്റണം അല്ലേ? അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ്
ഇന്ന് നമ്മൾ ഈ പറയുന്ന ഈ സിനിമയിൽ പ്രമുഖർ എന്നുള്ളൊരു വാക്ക് വരുന്നത് അതുകൊണ്ടാണ്. അത് ഞാൻ പറയുന്നത് എങ്ങനെ ഈ പ്രമുഖർ ഉണ്ടായി, എങ്ങനെ ഈ താരരാജാക്കന്മാരുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ താരരാജാക്കന്മാരെ ഉണ്ടാക്കിയത് ഈ ആരാധന, നമ്മുടെ സമൂഹം, ഈ ആരാധന കാരണമാണ്. ഈ അതിന് ഫാൻസ് മാത്രമല്ല, ചാനലും അതിന് ഉത്തരവാദികളാണ്. നമ്മുടെ ചാനൽസ് തന്നെ എന്തെല്ലാം പട്ടമാണ് അവർക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള കിരീടമാണ് അല്ലെ, ഓരോരുത്തർക്കും ഓരോ പേര്. അതെ, ഈ നടന്മാർക്കെല്ലാം ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട്. നടിമാർക്ക് ആർക്കെങ്കിലും പേരില്ല. നടിമാർക്ക് പേര്, അവരുടെ പേര് അത്രേ ഉള്ളൂ. അതിന് മുമ്പുള്ള വിശദീകരണങ്ങൾ ഒന്നും ഇല്ലല്ലോ, വാലും തലയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് അവർക്ക് തന്നെ തോന്നുന്നത് ഞാനൊരു സംഭവമാണ്, ഞാനാണ് ഈ സിനിമയെ താങ്ങി നിർത്തുന്നത്, ഞാൻ കാരണമാണ് ഈ സിനിമ ഓടുന്നത്, എന്നെ വെച്ചുകൊണ്ടാണ് ഒരു നിർമ്മാതാവ് ഇതിൻ്റെ ബിസിനസ് നടത്തുന്നത്. പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ ചെന്നിട്ട് നിങ്ങളുടെ തിയേറ്റർ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ തരണേ എന്ന് ചോദിക്കുമ്പോൾ ആരാ സംവിധായകൻ, ഏതാ പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പൊ ചോദിക്കുന്ന ഏതാ നടൻ എന്നാണ്. അതാണ് ഇത്രയും അപകടത്തിന്റെ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആരാധന മാറുമ്പോൾ ഇതെല്ലാം മാറുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ നമ്മളിലെ പോലെ തന്നെ ഒരാളായി. അത് ഒരു കാലഘട്ടം വരെ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു. ഇപ്പൊ കേരളത്തിലേക്കും വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര അപകടമാണ്. അതെ, നമ്മൾ അവരെ ഒരു സാധാരണ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു, സിനിമയൊന്നും തിയേറ്ററിലില്ലായിരുന്നു അല്ലേ? അന്ന് ഈ പറയുന്ന സോക്കോൾഡ് താരരാജാക്കന്മാർക്കെല്ലാം ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. കാരണം അവർക്ക് ഫാൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രേം നസീർ സാറിനൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു അത്ഭുതം എന്നാണോ അത്, വിചിത്രം. ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടോ? അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ നടന്മാരുടെയും ഫാൻസ്, ഈ ഫാൻസിനെല്ലാം നന്ദി പറയണം അല്ലേ? മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്നത് പോട്ടെ, തീർച്ചയായിട്ടും അവർ നമ്മൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി അവരൊരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫാൻസിന് മുഴുവൻ നന്ദി പറയണം. ഇത് നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമല്ലേ? ഫോറിനിലൊക്കെ സിനിമ ഡയറക്റ്റ്ലി സിനിമ അങ്ങ് തുടങ്ങുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് കഥയോടൊപ്പമാണ് ടൈറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുക. എത്ര സമയമാണ് ഞാൻ സെൻസർ ബോർഡിൽ ഇരിക്കുമ്പോൾ ഞാൻ എത്ര നേരം, ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് മാത്രം പോകും. ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് അവരുടെ കുറേ നന്ദി, അവിടുത്തെ ഹോട്ടലിന് നന്ദി, അവിടെ പിന്നെ ഫോൺ ഉപയോഗിച്ചതിന് നന്ദി, ഓഡിറ്റർക്ക് നന്ദി, ബാങ്കിന് നന്ദി, ഫാൻസിന് നന്ദി, പിന്നെ എന്ന് വേണ്ട നന്ദി ഇല്ലാത്ത എല്ലാവർക്കും എന്നാ നന്ദി വേണ്ടതൊക്കെ നന്ദി വേണം. അത് നമുക്ക് ജീവിതത്തിൽ അവരോട് കാണിച്ചാൽ പോരെ. പക്ഷെ നമ്മുടെ ഒരു സിനിമയുടെ റൗട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു കേർട്ടസി സേക്കിന് നമ്മള് പബ്ലിക്കിൽ അവസാനം കാണിക്കൂ. അപ്പൊ അതാരും കാണാൻ നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ആൾക്കാർ ഇറങ്ങി പോവല്ലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നും സിനിമകൾ ഇറങ്ങിയിരുന്നില്ലേ? അന്നും സിനിമകൾ ഉണ്ടായിരുന്നല്ലോ. അന്നും ആളുകൾ സഹായിച്ചിട്ടില്ലേ? അന്നും ഹോട്ടൽ റൂമുകൾ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നിട്ടുണ്ട്. അന്നും ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അന്നും ഒരുപാട് തിയേറ്ററുകാരും അവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് തീരാത്ത കടപ്പാടുണ്ടെങ്കിൽ അവരൊക്കെ നന്ദിയൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ മുഴുവനും ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ വളരെ അപൂർവം ചിലർ, ഇപ്പം നടൻ സൂര്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ അദ്ദേഹം ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. അവർ അഗരം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫൗണ്ടേഷൻ വഴി നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കമലഹാസനും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നു. ഫാൻസ് വഴി ഇങ്ങനെ ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും, ബ്ലഡ് ഡൊണേഷൻ, ഇവിടെ അതൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും കുറച്ച് അമിതമാകുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഓക്കെ, ബാക്കിയെല്ലാം മാർക്കറ്റ് ചെയ്യുന്നതിന്റെ കൂടെ അവരുടെ ഫാൻസ് അസോസിയേഷനും കൂടെ അവരിങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു. അവിടെയാണ് അതില്ലെങ്കിൽ ഫാൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ,
ഒരിക്കൽ കൺസെന്റ് മുഖേന നടന്ന പല പ്രൊഫഷണൽ റിലേഷൻഷിപ്പുകളും പിന്നീട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ട് ആകുമ്പോഴോ അവസരങ്ങൾ കുറയുമ്പോഴോ ലൈംഗിക അതിക്രമങ്ങളായി മാറുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അല്ലേ? അപ്പോൾ അത് അവർക്കെല്ലാം കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ഓക്കെയായിരുന്നു. അവർക്ക് അവിടെ നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണോ? പൊതുവെ കുറേ പേർക്ക് ഒരു ധാരണയുണ്ട്. ഞാനത് പണ്ട് മുതലേ ഞാനത് പല കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീ എവിടെയുണ്ടോ അവിടെ ചൂഷണമുണ്ട്. നമ്മളൊന്ന് വീക്കാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാത്ത ഒരു തൊഴിലിടവും ഇല്ല. അത് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും തുണിക്കടകളിലാണെങ്കിലും എല്ലായിടത്തും അതുണ്ട്. ഇത്തിരി മുമ്പോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എളുപ്പം സാധിക്കുമായിരിക്കാം എന്ന് ഇവർ ധരിക്കുന്നു. പക്ഷേ ഇത് എവിടെയാണെങ്കിലും അവനവന് സ്വന്തമായ ഒരു കഴിവില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുക? പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ളിൽ പല കുട്ടികളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിടത്ത് നിങ്ങൾ ചൂഷണത്തിന് വിധേയരായി, ആ പടത്തിൽ ഒരു പക്ഷേ അവർ അവസരം തന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അടുത്തൊരു സിനിമയിൽ പോയി അവിടെയും അവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ അവിടെയും ഇതിന് വശംവദരാകും. മൂന്നാമതൊരു സ്ഥലത്ത് പോകും. അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതിൻ്റെ ഒരു രീതിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതങ്ങ് തുടരും. അവസാനം ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് അവസരം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഈ പഴയ കഥകളെല്ലാം കൂടെ എടുത്ത് വരുന്ന അങ്ങനെ ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം ശരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഈ വിഷയം യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഞാനിപ്പോൾ 50 വർഷമായി മലയാള ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഈ 50 വർഷത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഒരേ ഒരാളാണ് എന്നോട് മോശമായി സംസാരിച്ചിട്ടുള്ളത്. ഞാനതിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് ഞാൻ സംസാരിച്ചു, അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ചത് തീർത്തിട്ടുമുണ്ട്. എനിക്കത് ഒന്നൊന്നും ആവാതിരുന്ന പ്രായത്തിൽ എനിക്കത് തീർക്കാൻ സാധിച്ചു. അതിനുശേഷം എന്നോട് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇവിടെ പലപ്പോഴും ഇവർ ചില ചൂഷണങ്ങൾക്ക് വിധേയരായി അവർ കാര്യം സാധിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇവർ അവസരങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ ഈ പെൺകുട്ടികൾ പലപ്പോഴും ഞാൻ അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ടും എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, അപ്പോൾ ഒരാൾക്ക് കഴിവ് വേണ്ടേ? ഇതാണോ കഴിവ്? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇതാണോ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്? അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കൂ. ഒരു 1-2 പേർ ഇത്തരത്തിൽ മലയാള ഇൻഡസ്ട്രിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ പറയില്ലേ, ഒരു വലിയ പാത്രത്തിന് ഒരു തുള്ളി വിഷം മതി, ആ മൊത്തം പാത്രത്തിലെ വെള്ളം സ്പോയിലാകും. അതേ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ. അതെ അല്ലേ? ആ ഇൻഡസ്ട്രിയെ ഇന്ന് എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം. എന്നാൽ ഇതിൻ്റെ 4 ഇരട്ടി വൃത്തികേടുകൾ മറ്റെല്ലാ ഭാഷകളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു സർക്കാരോ അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടെ സിനിമയ്ക്കുള്ളിൽ ഒരു കമ്മിറ്റി വേണം എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയോ ധൈര്യമില്ല അവർക്ക്. കാരണം അത്രമാത്രം കഥകൾ പുറത്തു വരും. കാരണം വേറെ ഒന്നുമല്ല, അപ്പം സിനിമയിൽ അത്രയും മോശമാണോ എന്നല്ല. സിനിമയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ സർക്കാർ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാവിലെ വരുന്നു, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകാം. അത് ഹോസ്പിറ്റലാണെങ്കിലും മറ്റേത് തൊഴിലിടം. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ
ഒരു പടം ചിലപ്പോൾ 40-45 ദിവസം ഇവർ ഒന്നിച്ചാണ് ഇവർ അഭിനയിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം ഒന്നിച്ചാണ്. അപ്പം സ്വാഭാവികമായും അവിടെ കുറെ കൂടെ ഫ്രീഡം അധികമാണ്. അങ്ങനെയുള്ളൊരു രംഗമാണല്ലോ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സംശയ കണ്ണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ കുറച്ചുകൂടി ഒരു വലിയ പ്ലാറ്റ്ഫോമോ തുറന്നു കൊടുക്കുന്നുണ്ടാകാം. അവിടെ നിന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, വളരെ ഈസി ആയിട്ട് തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്കൊന്നും നഷ്ടപ്പെടില്ല. ഒന്നും നഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ എന്താണ്, ലോകത്തെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണോ ഒരു സിനിമയിൽ അവസരം കിട്ടുക എന്നാണ്? വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം, വേറെ ജോലി ചെയ്യണം. കൈയും കാലും നല്ല സ്വാധീനമുണ്ടെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്തും ജീവിച്ചോളാം, എനിക്ക് ഇങ്ങനെയുള്ള എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തീരുമാനിക്കണം. ചില കുട്ടികൾ ഭയങ്കര പാഷനായിട്ട് ഇതിലേക്ക് വരും. അവർക്ക് ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ അറിയില്ല എന്നാണ് അവർ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ പിന്നെ നടനാവും നടിയാവും എന്നും പറഞ്ഞുകൊണ്ടാണോ ജനിക്കുന്നത്? അല്ലല്ലോ. അത് പിന്നീട് നമുക്ക് അതിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നു. റിയൽ സിനിമയോട് സത്യസന്ധമായ പാഷൻ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫേമസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സാമ്പത്തികമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, എല്ലാവർക്കും നമ്മളെ എളുപ്പം ചൂഷണം ചെയ്യാം. അതാണ് ചേച്ചി കലയെ യഥാർത്ഥ കല നമുക്കുണ്ടാവണം, കഴിവുണ്ടാവണം എന്ന് പറയുന്നതിന് അർത്ഥം. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം. മലയാള സിനിമയെ ഭരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ശരിക്കും അതൊരു മിഥ്യയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. അതില്ലാന്ന് ഞാൻ പറയുമൊന്നുമില്ല. അതൊക്കെ ഉണ്ട്. അതിൽ പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങൾ മാത്രമല്ല. നമ്മൾ ആ പട്ട ആണുങ്ങൾക്ക് മാത്രം ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകളും ഉണ്ട്. പല പല രീതിയിലാണെന്നോ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ നടന്മാരെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുവിധപ്പെട്ടതിനൊരു 7-8 നടന്മാർ വരെ നമ്മൾ മലയാളികൾ മുഴുവൻ പറഞ്ഞ രണ്ട് പേര് എന്ന് പറയും. മോഹൻലാലിൻ്റെയും മമ്മൂട്ടി അങ്ങനെയൊന്നുമല്ല. അതല്ലാത്ത നടന്മാരുണ്ട്. എനിക്ക് ഇന്ന നായിക മതി, എനിക്ക് ഇന്ന ക്യാമറ മതി, ഇന്ന സ്ക്രിപ്റ്റ് മതി, ഇന്ന ആളുടെ കഥ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും തിയേറ്റർ മാർക്കറ്റുണ്ട്. ഇതിനെല്ലാം നിർമ്മാതാക്കളും സംവിധായകരും ഓക്കെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ പ്രമുഖരാകുന്നത്? ആർക്കൊക്കെ ഇതിൽ കൈയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. തിയേറ്ററുകാർക്കുണ്ട്, ചാനൽ OTT പ്ലാറ്റ്ഫോമിനുണ്ട്, പിന്നെ പ്രൊഡ്യൂസേഴ്സിനുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. എല്ലാവരും കൂടിയാണ് അവരെ പ്രമുഖരാക്കുന്നത്. അയ്യോ, അങ്ങേരില്ലാതെ പറ്റില്ല. അപ്പം അങ്ങനെ ഒട്ടുമിക്ക നടന്മാർക്കും അങ്ങനെ സജഷൻസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നടിക്ക് എനിക്ക് ഇന്ന നായകൻ വേണം എന്ന് പറയാനുള്ളൊരു പവർ ഇവിടെ ഇല്ല. സംഘടനകളുടെ തലപ്പത്ത് വരുന്നവർ സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് മൊത്തത്തിൽ ആ സംഘടനയുടെ കെട്ടുറപ്പല്ലേ തകർക്കുന്നത്? ആക്ച്വലി ഇപ്പം ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയാണ്. അവിടെ എങ്ങനെ ദുരുപയോഗമൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുൾ ടൈം പണിയാണ്. കാരണം ഏകദേശം 7000 തൊഴിലാളികളാണ് ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിലുള്ളത്. അത് 7000 തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളെന്ന് പറയുന്ന ഒരു ഗ്ലാമറും ഇല്ലാത്തൊരു വിഭാഗമാണ്. സോ അവിടെ അവർക്ക് ജോലി ചെയ്തതിന് പൈസ വാങ്ങിച്ചു കൊടുക്കുക. അവർ ഇന്നലെ 10 മണി 9:30 ഷൂട്ടിംഗ് തീരും എന്ന് പറഞ്ഞ് 10 മണി വരെ പോയി. അപ്പോൾ 9:30 മുതൽ 10 മണി വരെയുള്ള ബാറ്റ കിട്ടിയില്ല. ഇതാണ് ഞങ്ങളുടെ സംഘടനയിലുള്ള പ്രധാന പ്രശ്നം. പിന്നെ ഇന്നലെ ഭക്ഷണം കിട്ടിയപ്പോൾ ഇച്ചിരി വളിച്ചു പോയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, കൊണ്ടു തന്നില്ല. പിന്നെ പോയി വന്നപ്പോൾ നമുക്ക് കിട്ടിയത് പിന്നെ തൈര് സാധമായിരുന്നു, നോൺ വെജ് ഒന്നും കിട്ടി. ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ, പിന്നെ കസേര കിട്ടിയില്ല, നാച്ചുറലി ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, പിന്നെ കുറേ നേരം വെയിൽ കൊണ്ട് നിൽക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും നമ്മുടെ ഭാഗത്ത് നിന്ന്. വേതനത്തിൻ്റെ പൊതുവേ ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ തൊഴിലാളി സംഘടനയിൽ വളരെ കർക്കശമായ വേതനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പെർഫെക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ എപ്പോൾ കൊടിയെടുത്തു എന്ന് ചോദിച്ചാൽ മതി. സോ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിൽ അങ്ങനെ ഒരു ദുരുപയോഗം നടക്കില്ല. കാരണം ദുരുപയോഗത്തിനുള്ള സ്പേസ് അവിടെ ഇല്ല. കാരണം ആ തലപ്പത്തിരിക്കുന്ന ആളേക്കാളും താഴേക്കിടയിലുള്ള ആളുകളായി ജോലി ചെയ്യുന്നവരെല്ലാവരും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്.
പിന്നെ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് അമ്മ എന്ന അസോസിയേഷൻ അത് ദുരുപയോഗം തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അവിടെ ഇരിക്കുന്ന മെമ്പേഴ്സ് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് മുകളിലുള്ള നേതാവ് നമ്മളെ ദുരുപയോഗം ചെയ്യണം. നമ്മുടെ മൗനമുണ്ടല്ലോ, നമ്മുടെ മൗനം പലതിനും അനുവാദമാണ്. നമ്മൾ പറയുമല്ലോ മൗനാനുവാദം. അതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ പലയിടത്തും ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് അതിജീവിതയുടെ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നപ്പോൾ അവരെല്ലാവരും മൗനമായിരുന്നു. എല്ലാവരും മൗനമായിരുന്നു. അവിടെ ആ തലപ്പത്ത് ഒരു സ്ത്രീ വരണം. പക്ഷെ അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും താല്പര്യമില്ല. താല്പര്യമില്ലായികയാണോ, വരാൻ പറ്റായികയോ? ഇല്ല, അവർക്ക് ആത്മവിശ്വാസം ഇല്ല. എനിക്കിത് പറ്റില്ല, അയ്യോ സംഘടന അവിടെ എന്നെ കൊണ്ടൊന്നും പ്രസിഡന്റ് സെക്രട്ടറി ആകാൻ പോലും പറ്റില്ല. പക്ഷെ അവർ വേറെ പലതും പേടിച്ചിട്ടായിരിക്കോ? അതൊന്നുമല്ല. എന്നാൽ അതേസമയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സ്ട്രോങ് ആയിട്ടുള്ള 2 സ്ത്രീകൾ മുന്നോട്ട് വരാൻ തയ്യാറായി. പക്ഷെ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾ തന്നെ പറഞ്ഞു, അവരൊക്കെ വന്നാൽ ശരിയാവുമോ? അപ്പോൾ മറ്റൊരു പെണ്ണിനെയും അവർ വരാൻ സമ്മതിക്കുന്നില്ല, അവരും മുമ്പോട്ട് വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു എപ്പോഴും നമ്മൾ വീക്കാണ് എന്ന് നമ്മൾ കാണിക്കരുത്. നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ആദ്യം കുറെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ആരും എടുത്തെടുപ്പിന് എല്ലാം പഠിച്ചോണ്ടെന്നല്ലല്ലോ ഇവിടെ വരുന്നത്. അപ്പം അഭിനയിക്കുമ്പോൾ തന്നെ ആദ്യം കുറേ കുറ്റം വരും, പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ, മൂന്നാമത് പിന്നെ ഒരു പെർഫെക്റ്റ് ആക്ടർ ആവും. അതുപോലെ തന്നെയാണ് സംഘടന എന്ന് പറയുന്നതും. പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് സ്ത്രീകൾ മാത്രം വരണം, പുരുഷന്മാർ മാത്രം, അങ്ങനെയൊന്നും പോകാതെ ഈക്വലായിട്ട് ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ മുമ്പോട്ട് 50-50 ആയിട്ട് സംഘടനയിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകണം. അതിപ്പോൾ ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിൽ സ്ത്രീകളില്ല നേതൃസ്ഥാനത്ത്. അപ്പൊ എന്തുകൊണ്ട് ചേച്ചി അതിൽ മുന്നോട്ട് വരുന്നു? ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറിയ ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ഡബ്ബിംഗ് അസോസിയേഷനിൽ നിന്ന് പോലും ഞാൻ രാജിവെച്ചത് അടുത്തൊരു ജനറേഷൻ വരട്ടെ. അങ്ങനെ എല്ലാ കാലവും നമ്മൾ ഒരേ നേതാവിനെ ആശ്രയിച്ച് ജീവിക്കരുത്. അത് എന്തിനാണെങ്കിലും പറയും, പുതിയ ആൾക്കാർ വരണം, പുതിയ തലമുറ വരട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏകദേശം 90കളിലാണ് ഡബ്ബിംഗ് അസോസിയേഷൻ തുടങ്ങുന്നത്. അത് പിന്നെ അത്ര സ്ട്രോങ് അസോസിയേഷൻ ഒന്നും അല്ലായിരുന്നു. അതിനുശേഷം പിന്നെ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് പിന്നെ മാറി ഫെഫ്കയായി. അപ്പോഴൊക്കെ ഞാനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. അപ്പോൾ എല്ലാവരും വിചാരിക്കണം നമ്മളെ സംരക്ഷിക്കാൻ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ പാടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ പോകാൻ പാടില്ല, എനിക്ക് ശേഷം അടുത്തൊരു ആൾ ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു പെൺകുട്ടി ആ സ്ഥാനത്തേക്ക് വന്നു. അപ്പം ഞാൻ പിന്നിൽ നിന്ന് അവരെ സഹായിക്കുന്നു. അപ്പം അടിയന്തര ഘട്ടത്തിലൊക്കെ ചേച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം ഞാൻ അവരെ ആ രീതിയിൽ അവർ സഹായിക്കും. ഞാൻ നിൽക്കേണ്ട സ്ഥലത്ത് ഞാൻ മുമ്പിൽ പോയി നിൽക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഫെഫ്കയിലെ സ്ത്രീകളെ എല്ലാം കൂടെ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ഒരു ഔദ്യോഗിക ഭാരവാഹി അല്ലാതിരുന്നിട്ട് കൂടി ഞാനാണല്ലോ അവിടെ മുൻപന്തിയിൽ നിന്നെല്ലാം ചെയ്തത്. അപ്പം അങ്ങനെ ഇവർക്കൊക്കെ ചെയ്യാം. ഈ പറയപ്പെടുന്ന വലിയ വലിയ ആക്ടേഴ്സിനൊക്കെ അവരെ വഴി നടത്താം. ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, ശക്തരായി ധൈര്യമായി നിങ്ങൾ ചെറുപ്പക്കാർ മുമ്പോട്ട് പോകൂ എന്ന്. അങ്ങനെ നമ്മുടെ ഈ അമ്മയിലാണെങ്കിലും തലപ്പത്തിരിക്കുന്നത് ഇവർ പ്രസിഡന്റും നമ്മൾ എല്ലാവരും അവർ കുറച്ച് ദിവസം മൗനം പാലിച്ചു. ആ മൗനം പാലിച്ചതോടെയാണ് ജനങ്ങൾക്കും ഒരു കൺഫ്യൂഷനായതും ഇതായതും. ആക്ച്വലി ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ സ്ഥാനത്ത് നിന്നവർ മൗനം പാലിക്കരുതായിരുന്നു അല്ലേ? ഇത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധി അവർ നേരിട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അങ്ങനെ അറിയില്ല. അവരെപ്പോഴും വലിയൊരു പൊസിഷനിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചവരാണ്. അപ്പം എന്ത് പറഞ്ഞാൽ അബദ്ധമാകും, എന്ത് പറഞ്ഞില്ലെങ്കിൽ അബദ്ധമാകും, പിന്നെ മീഡിയക്കാർ എന്തായിരിക്കും പെട്ടെന്ന് ചോദിക്കുക, ഒന്നിനെക്കുറിച്ചും ആക്ച്വലി ഇതൊക്കെ അവർ തന്നെ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ടും കമ്മിറ്റി റിപ്പോർട്ട് അവർ പഠിച്ചിട്ടില്ല. പഠിക്കാതെ ഇതെങ്ങനെയാണ് സംസാരിക്കുന്നത്? അപ്പോൾ അത് 300 പേജുണ്ട്. ഈ 300 പേജ് ഇരുന്ന് വായിക്കാനുള്ള സമയമൊന്നും
ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം അത് മുഴുവനും പഠിച്ച് അതിനെക്കുറിച്ച് മറുപടി പറയണമെങ്കിൽ അവർക്ക് നിയമസഹായം അവർക്ക് വേണം. അതൊരു റിട്ടയർഡ് ജസ്റ്റിസ് എഴുതിയ കാര്യങ്ങളാണ്, ചുമ്മാ ഏതോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എഴുതിയതൊന്നും അല്ല. അപ്പൊ അതിന് അതിൻ്റെതായ ഗൗരവത്തോടു കൂടി മറുപടി കൊടുക്കാൻ കുറച്ച് സമയം വേണം. അല്ലാതെ ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നു വൈകുന്നേരം ആകുമ്പോൾ മറുപടി വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂ. ചിലപ്പോൾ ഒരാഴ്ചയായാലും പറയാൻ പറ്റില്ല, രണ്ടാഴ്ചയായാലും പറയാൻ പറ്റില്ല. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. ഇപ്പൊ ഇത്രയായിട്ട് ഞാൻ ഇതുവരെ ഇത് മുഴുവൻ വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകപ്പാടെ അതിന്റെ ഒരു 3 പേജേ വായിച്ചിട്ടുള്ളൂ. ആ 3 പേജ് തന്നെ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ, ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അഡ്വക്കേറ്റ്സിനോടും അവരോടും ഇവരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇവർ ഇത്രയും ഡിലേ എടുത്തത്. അറിഞ്ഞു ഇനിയും ഡിലേ ആവും, ഇനിയും. ഇപ്പോഴും അവര് എനിക്ക് തോന്നുന്നു ഒരു 10 പേജ് മറ്റോ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് മുഴുവനും വായിച്ചത് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതിനെന്താ മറുപടി കൊടുക്കണം. അങ്ങനെ മാധ്യമങ്ങൾ വിചാരിക്കുന്ന മാതിരി റെഡി 1 2 3 എന്നും പറഞ്ഞ് അങ്ങനെ ആൻസർ പറയാനൊന്നും പറ്റില്ല. അതാണ്. പക്ഷെ ഇപ്പം നിവിൻ പോളി ആണെങ്കിൽ നിവിൻ ഏറ്റവും ലാസ്റ്റ് ഇപ്പം വന്നിരിക്കുന്ന ഇപ്പൊ പേര് വന്നിരിക്കുന്നത്. പക്ഷെ നിവിൻ വളരെ പെട്ടെന്നാണ് അവിടെ ആക്ഷൻ എടുത്തു, പെട്ടെന്ന് പ്രസ് മീറ്റ് വിളിക്കുന്നു. അതെ, പെട്ടെന്ന് ഇത് വന്നു ഹൈക്കോടതിയിലേക്ക്. ഇന്നിപ്പോ അത് പോണു, FIR കൊടുക്കണു, നിവിൻ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാണ് എന്നുള്ളത്. അപ്പൊ അവിടെ ഈ ചേച്ചി പറഞ്ഞില്ലേ പേഴ്സണൽ ആയതുകൊണ്ട് അവിടെ നിവിന് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ എല്ലാവരും അങ്ങനെ സംസാരിച്ചല്ലോ. ഇപ്പൊ ആരോപണ വിധേയരായിട്ടുള്ളവരെല്ലാവരും തന്നെ സിദ്ദിഖ് സംസാരിച്ചു, രഞ്ജിത്ത് സംസാരിച്ചു, അവരൊക്കെ സംസാരിച്ചല്ലോ. ഫോണിൽ കൂടിയാണ് എന്ന് മാത്രം, അവർ പത്രസമ്മേളനം വിളിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ സംസാരിച്ചു. തീർച്ചയായും ഞങ്ങൾ നിയമസഹായം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിയമപരമായി ഇതിനെ നേരിടും എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സത്യസന്ധത അവർ തെളിയിക്കട്ടെ, നമുക്ക് അത്രേ പറയാനുള്ളൂ. അതിൽ കൂടുതൽ ഇതിലാരാണ് കുറ്റം ചെയ്തവർ, ആരാണ് പിന്നെ ഈ പറയുന്ന പരാതി കൊടുത്തവരുടെ ഭാഗത്താണ് ഇവർ, അതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ഈ പറഞ്ഞ മാതിരി എപ്പോഴാണോ ഇത് അന്വേഷണം കഴിഞ്ഞ് ഇവരിലേക്ക് അറസ്റ്റ് എന്ന് പറയുന്നൊരു അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട്, ഇപ്പം നടിയുടെ വിഷയത്തിൽ തന്നെ ആ നടനെതിരെ നമ്മളെല്ലാം രംഗത്തിറങ്ങിയത് അറസ്റ്റിന് ശേഷമാണ്. അറസ്റ്റ് വരെ നമ്മളാരും ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ സിനിമ മാറ്റിവെക്കുക, അല്ലെങ്കിൽ അവരോട് സഹകരിക്കാതിരിക്കുക, അതൊക്കെ സംഘടന ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ആ സമയത്ത് അവർ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കണം. വൈരാഗ്യവും പ്രതികാരവും തോന്നുന്ന പുരുഷന്മാരെ തകർക്കാനായിട്ട് വുമൺ കാർഡ് ഇറക്കി പെടുത്തിക്കളയാം എന്ന നിലയിൽ മുന്നോട്ട് വരുന്ന സ്ത്രീകളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ സംസാരിക്കുന്നതിന് ഞാൻ സ്ത്രീ വിരുദ്ധയാണെന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഇതിനും കൂടി പറഞ്ഞു ഞാൻ സ്ത്രീവിരുദ്ധതയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ശക്തരാകൂ, നിങ്ങൾ പ്രതികരിക്കൂ. അല്ലാതെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, 2 കൊല്ലം മുമ്പ് അങ്ങനെ ചെയ്തു, 3 കൊല്ലം മുമ്പ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഇതെല്ലാം നമ്മൾ കാണുന്നത് കേൾക്കുന്നതുമാണ്. കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അപമാനം അനുഭവിക്കുന്ന മുഴുവനും വിക്ടിംസാണ്. നമ്മളിത് കാണുന്നുണ്ട്. നമ്മൾ നടിയുടെ വിഷയത്തിൽ പോലും എനിക്കറിയാം ആ കുട്ടി അനുഭവിച്ച ആ നാണക്കേടും സങ്കടവും ട്രോമയും ഒക്കെ അതിൻ്റെ ഇരട്ടി കോടതിക്കുള്ളിൽ അനുഭവിക്കേണ്ടി വരികയാണ് അല്ലേ. പ്രതിഭാഗത്തിൻ്റെ 8 പേര് മാറി 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 നിന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഇതെല്ലാം ആവർത്തിക്കുകയാണ്. നടന്ന ദുരന്തം വീണ്ടും അപ്പം ഇതെല്ലാം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾ എപ്പോഴും ഒന്ന് കെയർഫുള്ളായിരിക്കൂ. ഇപ്പോൾ ഒരിക്കൽ ഭയങ്കര കോമഡിയാണ് അത് ആലോചിച്ച് നോക്കുമ്പോൾ. ഈ നടിയുടെ വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കാറിൽ രാത്രി ഒരു ചാനലിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് 12-1 മണിക്കാണ് പോകുന്നത്. അപ്പോൾ ഡ്രൈവറും ഞാനും മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ അമ്മേ നമ്മൾ വയസ്സായോ എന്ന് ചോദിച്ചാൽ വയസ്സായില്ലെന്ന്, വയസ്സായില്ലേ എന്ന് ചോദിച്ചാൽ വയസ്സായി, ഇതെന്തായിരിക്കും ഇയാളെനിക്ക് പരിചയമില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നെ ആലോചിക്കുന്നത് എന്താ അറിയോ, ഇൻ കേസ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഇതിനിങ്ങനെ തെളിവുണ്ടാക്കാന്നാണ് ഞാൻ അവിടെ ആലോചിക്കുന്ന മുഴുവൻ. എല്ലാത്തിനും ഞാനിപ്പോൾ ഇങ്ങനെ തെളിവ് സഹിതമാണ് ഞാൻ നടക്കുന്നത്. എല്ലാത്തിനും ഞാൻ തെളിവ് ശേഖരിക്കും കേട്ടോ. എന്നെ ഒരാൾ ഫോൺ ചെയ്താൽ പോലും ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, എല്ലാവരുടെ കോൾസും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് രാത്രിയാവുമ്പോൾ അതൊന്നും കാര്യമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്യും.
അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ ഭീഷണി വന്നതൊക്കെ എൻ്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ട്. അത് ഞാൻ അപ്പം തന്നെ പോലീസിന് ഞാൻ കൈമാറുന്നുണ്ട്. അപ്പോൾ ആ രാത്രിയിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ വീട് എവിടെയാ, എന്നിട്ട് ഇതൊക്കെ ഞാൻ ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജായിട്ട് അയച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. ഞാനിങ്ങനെ ഒരു വണ്ടിയിലാണ്, വണ്ടി നമ്പർ ഇതാണ്, അയാളുടെ പേര് ഇതാണ്, അയാളുടെ വീട് ഇവിടെയാണ്, പിന്നെ അയാളുടെ അപ്പോൾ അതിങ്ങനെ നമ്മൾ എപ്പോഴും പ്രിക്കോഷൻ ഇങ്ങനെ എടുക്കുക, പ്രിപ്പയർഡായിരിക്കുക. കാരണം ഇതൊരു ഭയങ്കര അപകടം പിടിച്ചൊരു ലോകത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലോകത്ത് നമ്മളെങ്ങനെ കെയർഫുള്ളായി ജീവിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്.